കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ നോയമ്പ് കാലഘട്ടത്തിൽ പരിശുദ്ധ ദൈവവചനത്തിന് കീഴിലായിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധമായ നോയമ്പ് അതിൻ്റെ അവസാന സമയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കാനുമൊക്കെ ദൈവത്തോട് ചേർന്ന് ആയിരിക്കാം. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണല്ലോ കർത്താവായ യേശു തമ്പുരാൻ 40 രാവും 40 പകലും ഉപവസിച്ച് പുറത്തേക്ക് വരുമ്പോൾ സാത്താൻ പരീക്ഷിക്കുന്നതായ ഭാഗത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ 4-ാം വാക്യത്തിൽ കർത്താവായ യേശു തമ്പുരാൻ പറയുകയാണ്, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പരിശുദ്ധമായ നോയമ്പ് കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു വാക്യമാണ്. മനുഷ്യജീവിതം അപ്പത്തിന് വേണ്ടി മാത്രമാകാതെ ദൈവവചനത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു വരുവാൻ ഈ നോയമ്പ് കാലഘട്ടം നമുക്ക് സാധ്യമാണ്. വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അനേക സ്ഥലങ്ങളിൽ നോയമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നോയമ്പിലൂടെ നേടിയതായ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു ദേശത്തെ മുഴുവൻ ജനങ്ങളും നശിക്കുവാൻ പോകുന്ന ഒരു സമയം വന്നപ്പോൾ അവിടെയുള്ള രാജാവും ജനങ്ങളും മൃഗങ്ങളും ജീവജാലങ്ങളുമെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ കോപത്തിൽ നിന്ന് മാറുന്നു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ ഈ നോയമ്പ് കാലഘട്ടം ദൈവകോപത്തിൽ നിന്ന് അകന്നു മാറുവാൻ തക്കവണ്ണമുള്ള ദിവസങ്ങളായി പരിണമിക്കണം. ശുദ്ധമുള്ള ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നോയമ്പ് നോക്കി ദൈവത്തോട് ചേർന്ന് ജീവിച്ച ദാനിയേലിൻ്റെ ജീവിതത്തിൽ പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ തന്നെ അവനോട് ചേർന്ന് നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നോയമ്പ് എല്ലാവരുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ ഭാഗങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മോശ ദീർഘദർശി 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പനകൾ കയ്യിലേറ്റുവാങ്ങുവാൻ തക്കമുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ നോയമ്പ് കാലഘട്ടം എന്ന് പറയുന്ന ഒരു പരീക്ഷയുടെ അല്ലെങ്കിൽ പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാകാതെ ദൈവസന്നിധിയിലുള്ള വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടെ നോക്കുന്ന ഒന്നായി നോമ്പ് മാറുവാൻ തക്കവണ്ണം ഇടയാകണം. വീണ്ടും ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം തന്നെ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, സാത്താനെ എന്നെ വിട്ടുപോകുക എന്ന് പറയുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ സാത്താൻ ഓടിപ്പോകുവാൻ തക്കവണ്ണം കാരണമാകുന്ന ഒന്നാണ് നോയമ്പ് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കുവാനുള്ള, ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ളതായ ഒരു സമയമായിട്ട് നോയമ്പ് നമുക്ക് മാറ്റപ്പെടുവാനായിട്ട് സാധിക്കണം. ഇവിടെ എന്താണ് ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പാപങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിലാണ് അവൻ ഏറെ ശ്രദ്ധ ചെലുത്തുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് മനുഷ്യൻ ആകാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അപ്രകാരമുള്ള ആഹാര സാധനങ്ങൾക്ക് വേണ്ടിയൊക്കെ പാപം ചെയ്യുന്നൊരു സാഹചര്യം. രണ്ടാമതായിട്ട് അവൻ്റെ അധികാരങ്ങൾക്ക് വേണ്ടി
പാപം ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാപം ചെയ്യുന്ന ഒന്ന്, ലോകത്തിൻ്റെ ലൗകികമായ സുഖങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി പാപം ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ കർത്താവും സാത്താനും തമ്മിലുള്ളതായ സംഭാഷണത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പരിശുദ്ധമായ നോയമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് നോയമ്പ് നോക്കുന്ന ഒന്നായി മാറുവാൻ, പ്രതികൂലങ്ങളെയൊക്കെ മാറ്റി, പരീക്ഷണങ്ങളെയൊക്കെ മാറ്റി ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനും, അപ്പത്തേക്കാൾ ഉപരിയായിട്ട് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമായി മാറുവാനും, മോശ ദീർഘദർശി അവൻ്റെ കൈകളിലേക്ക് കർത്താവിൻ്റെ കയ്യിൽ നിന്ന്, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കൈകളാൽ എഴുതപ്പെട്ടതായ കൽപ്പനകൾ വാങ്ങുവാൻ തക്കവണ്ണം ആ കൈ നീട്ടിക്കൊടുത്തതുപോലെ ഈ പരിശുദ്ധമായ നോയമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച് അവൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ദൈവജനത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒന്നായിട്ട് ഈ നോയമ്പ് മാറണം. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ആ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ നോയമ്പ് മുഖാന്തരമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുദപിച്ചതായ ആ നിനിവേ നഗരത്തിന്മേൽ ദൈവത്തിൻ്റെ കൃപ വർഷിച്ചതുപോലെ ഈ പരിശുദ്ധമായ നോയമ്പ് കാലഘട്ടത്തിലൂടെ നമ്മുടെ ജീവിതത്തിലും കൃപകൾ ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പെസഹായിലേക്കും ആ ദുഃഖവെള്ളിയിലേക്കും അതുപോലെ തന്നെ ഉയർപ്പിൻ്റെ വലിയ മഹോന്നതമായ ആ സമയങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഈ നോയമ്പ് കാലം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.